Hi, welcome to the new tutorial. ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് കീ മാത്സ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the shortest distance between the circles x minus 1 whole square plus y plus 2 whole square equal to 1 and x plus 2 whole square plus y minus 2 whole square is equal to 4. അപ്പം ഇവിടെ നമുക്ക് രണ്ട് സർക്കിൾസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നമുക്കറിയാം, ദിസ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് സെന്റർ എച്ച് കെയും റേഡിയസ് ആറുമാണ്. അപ്പം ഈ തന്നിട്ടുള്ള രണ്ട് സർക്കിൾസിന്റെ സെന്റർ നമുക്ക് എടുക്കുക. ഫോർ ദ സർക്കിൾ എക്സ് മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y minus minus 2 whole square is equal to 1 square. Because ഈ plus 2നെ നമുക്ക് minus of minus 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെന്റർ എന്ത് കിട്ടും? 1 minus 2 and radius 1. Similarly നമുക്ക് രണ്ടാമത്തെ സർക്കിൾസിന്റെ x plus 2 for the circle x minus minus 2 whole square plus y minus 2 whole square is equal to 2 square എന്നേതാ. അപ്പം ഇത് ഇപ്പം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ ഫോമിലായി. അപ്പം എന്താണ് സെന്റർ? സെന്റർ is equal to minus 2 2 and radius is 2. ഇപ്പൊ തന്നിട്ടുള്ള രണ്ട് സർക്കിൾസിന്റെയും സെന്ററും റേഡിയസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സർക്കിൾസും കോർഡിനേറ്റ് പ്ലെയിനിൽ എവിടെയാണ് അതിന്റെ ഓറിയന്റേഷൻ ഒന്ന് റഫ് സ്കെച്ച് ചെയ്യാം. കോർഡിനേറ്റ്സ് പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് സർക്കിളിന്റെ സെന്റർ 1 മൈനസ് 2 എന്നാണ്. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും സെന്റർ 1 minus 2. അതിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആണ്. സോ എക്സാക്ട്ലി അതിന്റെ സർക്കിൾ ഈ സർക്കിൾ ആണ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. നെക്സ്റ്റ് സർക്കിളിന്റെ സെന്റർ എത്രയാണ്? മൈനസ് 2 2 ആൻഡ് റേഡിയസ് 2. സോ മൈനസ് 2 2 would be somewhere here, center, and radius 2. So radius 2 means it will touch exactly both x and y axis. So this is the rough sketch for the two given circle. then നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർക്കിൾസ് ആണ്. രണ്ട് സർക്കിൾസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മാർക്ക് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എലോങ് ദ സെന്റർ ടു സെന്റർ ലൈൻ ആണ്. അപ്പം ഈ രണ്ട് സർക്കിളിന്റെ ഇത് C1 എന്നും ഇത് C2 എന്നും എടുത്താൽ ഈ രണ്ട് സർക്കിൾസിന്റെ സെന്റർ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇത്. ഓക്കെ, അപ്പം എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് D. So always shortest distance is measured on the line segment, along the line segment joining the centers of two circles. അപ്പോൾ ഇതാണ് centers of circle. അപ്പോൾ ഇതായിരിക്കും. ബാക്കി എവിടെ നമ്മൾ ഡിസ്റ്റൻസ് എടുത്താലും
ഈ ഡിസ്റ്റൻസിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഈ സെന്റർ ടു സെന്റർ ലൈനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു സർക്കിൾ ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം? നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് C1ന്റെ റേഡിയസ് R1 ഇതിന്റെ റേഡിയസ് R2 ആണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഡിനെ ഇങ്ങനെ എഴുതാം, C1 C2 മൈനസ് ഈ R1ഉം R2ഉം ആഡ് ചെയ്തത് C1 C2 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, C1 C2 മൈനസ് R1 പ്ലസ് R2. ഇനി എങ്ങനെയാണ് C1 C2 കാണുന്നത്? യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. C1 C2 is given by root of ഇത് x2 y2 ആയിട്ട് എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ഇത് x1 1 മൈനസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് 2 മൈനസ് 2 ഹോൾ സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 16 റൂട്ട് 25 ദാറ്റ് ഈസ് 5. സോ C1 C2യുടെ വാല്യൂ 5 ആണെന്ന് കിട്ടി. എന്താണ് R1? R1 എന്ന് പറഞ്ഞാൽ -2 സെന്ററായ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതിവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2 ആണ്. R1 is 2. What is R2 is 1 ആണ്. R2 1 minus 2 സെന്ററായ സർക്കിൾ ആണ്, അത് 1 ആണ്. സോ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C1 C2 5 minus R1 is 2 and R2 is 1. So 5 minus 3 2. So this is the shortest distance between the two given circles. So option B is correct. So ഇവിടെ കൺസെപ്റ്റ് ഇതാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് സെന്റർ ടു സെന്റർ ജോയിൻ ചെയ്യുന്ന ലൈനിലെ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. ആ ലൈനിൽ എങ്ങനെ മെഷർ ചെയ്യും? ഒരു സർക്കിളിന്റെ പെരിഫറിയിൽ നിന്ന് മറ്റൊരു സർക്കിളിന്റെ പെരിഫറിയിലേക്ക് ലൈൻ സെഗ്മെന്റ് ഏതിന്റെ മുകളിൽ ജോയിൻ ചെയ്യണം? സെന്റർ ടു സെന്റർ C1 C2 എന്ന ലൈൻ സെഗ്മെന്റിൽ നമ്മൾ ഈ ലൈൻ സെഗ്മെന്റ് മാർക്ക് ചെയ്താൽ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് കാണാൻ നമുക്കറിയാം, ഇത്രയും C1 C2 ആണ്. അതിൽ നിന്ന് R1 പ്ലസ് R2 സബ്സ്ട്രാക്ട് ചെയ്താൽ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. I think it is clear. So let us move on to the next question. Next question. If a circle touches x-axis at 3, 0 and passing through the point 2, 1, then its equation is. So we have 4 equations. അപ്പോൾ ഇതിന്റെ ആൻസർ ഇവിടെ എല്ലാ ഇക്വേഷൻസും we need to find the general equation of a circle because the equations are not in standard form. അപ്പോൾ എന്താണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ? നമുക്കറിയാം, ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ് given as x square plus y square plus 2gx plus 2fy plus c equal to 0. ഇതിൽ നിന്ന് നമുക്ക് സെന്റർ വരുന്നത് -g -f ആണ്. അതേപോലെ തന്നെ റേഡിയസ് വരുന്നത് റൂട്ട് ഓഫ് g² പ്ലസ് f² മൈനസ് c. ഈ കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണം. നെക്സ്റ്റ്, ഇവിടെ എങ്ങനെയാണ് ഈ സർക്കിളിന്റെ ഓറിയന്റേഷൻ? കോർഡിനേറ്റ്സ് പ്ലെയിനിൽ സർക്കിൾ x ആക്സിസിൽ 3, 0 എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യുന്നു. x ആക്സിസിൽ 3, 0 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഇതാണ് 3, 0 എന്ന് പറയുന്ന പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ ഇങ്ങനെയോ വരാം, അല്ലെങ്കിൽ ഇങ്ങനെയോ വരാം. ഫസ്റ്റ് ക്വാഡ്രന്റിലോ വരാം, തേർഡ് ക്വാഡ്രന്റിലോ വരാം. പക്ഷെ എക്സാക്ട്ലി ഈ സർക്കിളിൽ പാസ് ചെയ്യുന്ന പോയിന്റ് 2, 1 ആണെന്ന് തന്നുകൊണ്ട് 2, 1 വുഡ് ബി somewhere here. Okay, 2, 1 ഫസ്റ്റ് ക്വാഡ്രന്റിലാവുണ്ട്. സർക്കിൾ ഇങ്ങനെ മാത്രമേ പറ്റൂ. അപ്പം ഈ ഓറിയന്റേഷൻ നോട്ട് പോസിബിൾ ആണ്.
നെക്സ്റ്റ് സർക്കിൾ എക്സാക്ട്ലി ടച്ചസ് ഓൺ ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിന്റെ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് 3 എന്ന് എടുക്കാം, വൈ കോർഡിനേറ്റ് നമുക്ക് -f തന്നെ എടുക്കാം. കാരണം നമുക്ക് എഫ് അറിയില്ല, എഫ് കണ്ടുപിടിച്ചാലേ വൈ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ പറയാൻ പറ്റും. എക്സ് കോർഡിനേറ്റ് എപ്പോഴും 3 തന്നെയായിരിക്കും. സർക്കിള് എക്സ് ആക്സിസിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ടച്ച് ചെയ്യുന്ന എക്സ് ആക്സിസിന്റെ എക്സ് ആക്സിലുള്ള പോയിന്റിലുള്ള എക്സ് കോർഡിനേറ്റ് ആയിരിക്കും സർക്കിളിന്റെ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ്. സപ്പോസ് സർക്കിൾ വൈ ആക്സിസിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും എന്ത് സർക്കിളിന്റെ സെന്ററിന്റെ വൈ കോർഡിനേറ്റ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ഇക്വേഷൻ എഴുതാം. ഈ സർക്കിൾ 30 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ equal to 2g into 3 because x is 3 here, 2fy, y is 0, 2f into 0 plus c equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. 9 plus 6g plus c is equal to 0. This is equation 1. But here, what is the value of g? Because here minus g ആണ് എന്ത് 3, minus g is equal to 3, so g is equal to -3. Put g in this equation, we get the value of c. So 9 plus 6 into -3 plus c is equal to 0. So c is equal to 18 minus 9, that is 9. ഇപ്പം ജിയും സിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അൺനോണും കൂടെ മാത്രമാണുള്ളത് എഫ്. അതിനുവേണ്ടി നമുക്ക് ഒരു പോയിന്റും കൂടെ തന്നിട്ടുണ്ട് 21. സോ again substitute 21 in this general equation. If I substitute 21, I can write 2 square plus 1 square plus 2g into 2 plus 2f into 1 plus c is 9 equal to 0. On solving these, 5 plus 4g plus 2f is equal to plus 9 equal to 0. എന്താണ് g യുടെ വാല്യൂ? -3. So 5 minus 12 plus 2f plus 9 equal to 0. ഇത് ആഡ് ചെയ്യുമ്പോൾ 14 വരും. 14 minus 12 is 2. So 2f is equal to -2, f is equal to -1. f is equal to -1 ആണെങ്കിൽ നമുക്ക് വേണ്ടത് -f എത്രയാണ്? 1. സോ ഈ സെന്ററിന്റെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? ഇപ്പോൾ 3 1 എന്ന് കിട്ടി. 3 1 -g 3 ആണ്, 3 1 ആണ്. ഇനി എഫിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്, g -3 ആണ്, c 9 ആണ്. സോ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടും. So equation of circle is x square plus y square minus 6x, f is also -1, minus 2y, c is 9 plus 9 equal to 0. So ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. So the correct option is option B is correct. ഇവിടെ എന്തുകൊണ്ടാണ് ഈ എക്സ് ആക്സിസിൽ എക്സാക്ട്ലി ടച്ച് ചെയ്യുമ്പോൾ ഈ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് ഞാൻ 3 ആയിട്ട് എടുക്കാൻ കാരണം എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസ് സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ടാൻജന്റ് ഡ്രോൺ at any point on the circle is always perpendicular to the radius drawn to radius
from center to measured from center to that point of contact. അപ്പം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പും ഈ ലൈനിന്റെ സ്ലോപ്പിന്റെയും പ്രൊഡക്റ്റ് എത്രയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? പെർപെൻഡിക്കുലർ ആയിരിക്കണമെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? 0 ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് 0 ആണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്ര വരണം? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി വരണമെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിന്റെയും സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ്, അതായത് ഈ സെന്ററും ഈ എക്സ് ആക്സിസ് മീറ്റ് ചെയ്യുന്ന 30യുടെ സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 ആണോ? ഡിനോമിനേറ്ററിൽ ഇവിടെ 0 വരുമ്പോൾ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിനാണ് നോട്ട് ഡിഫൈൻഡ് ആവുന്നത്? സ്ലോപ്പ് tan 90 ഡിഗ്രി ആണ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? പ്രോപ്പർട്ടി ഓഫ് ടാൻജൻസ് വെച്ചിട്ട് അറിയാം. അപ്പം ഇത് മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കണം. ഈ എക്സ് കോർഡിനേറ്റ് ഈ 3 ആയിരിക്കണം ഈ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, so this is the sum of the model question from circles. I will upload more model question from in the coming lecture. So if you want to crack KEAM examination, please go through these questions carefully. Next, please share. If you are not subscribed to my channel, please subscribe and share with your friends, those who are writing the KEAM examination. Thank you.